أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس العاشر خمس قواعد صرفية صرفيയായ 5 പൊതു നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ അലം നീ മനസ്സിലാക്കണം. അന്നഹു തീർച്ചയായും ഒരു ശ്രദ്ധേയമായ കാര്യം ഇദജ്തമഅത ആനി രണ്ട് താഉകൾ ഒരുമിച്ച് കൂടിയാൽ ഫി അവ്വലി മുദാരിഇ തഫഅല വതഫഅല വതഫഅലല തഫഅല തഫഅല തഫഅലല എന്നീ വസനുകളുടെ മുദാരിഇന്റെ തുടക്കത്തിൽ രണ്ട് താഉകൾ ഒരുമിച്ച് കൂടിയാൽ യജൂസു ഇസ്ബാതുഹുമ അത് രണ്ടിനെയും അവിടെ സ്ഥിരപ്പെടുത്തൽ അനുവദനീയമാകും. കമാ തഖൂലു തതജന്നബു തതഖാതലു തതദഹ്റജു എന്നൊക്കെ പറഞ്ഞതുപോലെ. അതായത് ഇപ്പൊ തഫഅല വസന് തകസ്സറ അതിന്റെ മുദാരി അങ്ങനെ വരിക യതകസ്സറു യതകസ്സറു യതകസ്സറാനി യതകസ്സറൂന തതകസ്സറു അവിടെ തതകസ്സറാനി അവിടെ യതകസ്സറിനെ കൂട്ടൂല. തതകസ്സറു തതകസ്സറാനി തതകസ്സറൂന തതകസ്സരീന തതകസ്സറാനി തതകസ്സർന. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ, അപ്പൊ 6ഉം 2ഉം 8 സ്ഥലങ്ങൾ അവിടെയുള്ള മുദാരി ഒരു താ വരുന്ന സ്ഥലങ്ങൾ. ഈ 8 സ്ഥലങ്ങളിൽ അതുപോലെ തഫാഅലയിൽ തഖാതല യതഖാതലു യതഖാതലു യതഖാതലാനി യതഖാതലൂന തതഖാതലു തതഖാതലാനി പിന്നെ തതഖാതലു തതഖാതലാനി തതഖാതലൂന തതഖാതലീന തതഖാതലാനി തതഖാതൽന ഇവിടെ. അതുപോലെ തഫഅലയിൽ തദഹ്റജ യതദഹ്റജു യതദഹ്റജാനി യതദഹ്റജൂന തതദഹ്റജു തതദഹ്റജാനി അവിടെ പിന്നെ തതദഹ്റജു തതദഹ്റജാനി തതദഹ്റജൂന തതദഹ്റജീന തതദഹ്റജാനി തതദഹ്റജ്ന. ഇത്രയും സ്ഥലങ്ങളിൽ താഇനെ നമുക്ക് നിലനിർത്തൽ അനുവദനീയമാകും. ഏതുപോലെ തതജന്നബു തതഖാതലു തതദഹ്റജു. അപ്പം തതദഹ്റജു തതദഹ്റജാനി തതദഹ്റജൂന തതദഹ്റജീന തതദഹ്റജാനി തതദഹ്റജ്ന. അതുപോലെ തതജന്നബു തതജന്നബാനി തതജന്നബൂന തതജന്നബീന തതജന്നബാനി തതജന്നബ്ന. ഇങ്ങനെ പറയൽ അനുവദനീയമാകും. വയജൂസു ജായിസാവുകയും ചെയ്യും ഹദ്ഫു ഇഹ്ദാഹുമ അതിലേതെങ്കിലും ഒരു താഇനെ കളയലും അനുവദനീയമാകും. കമാ വറദ ഫി തൻസീലി ഖുർആനിൽ വന്നതുപോലെ ഫഅൻത ലഹു തസദ്ദാ ഫഅൻത ലഹു തതസദ്ദാ എന്നാണ് ഉള്ളത്. ഇവിടെ ഒരു താഇനെ കളഞ്ഞാണ്ട് തസദ്ദാ എന്നാക്കി. അങ്ങനെ പറ്റും. അതുപോലെ വനാറൻ തലവ്വാ വനാറൻ തലവ്വാ എന്നാണ് ഉള്ളത്. അത് തലവ്വാ എന്നാക്കി. അതുപോലെ വതനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ അവിടെ തനസ്സലു ആണ് തനസ്സലു ആയത്. ഒരു താ പോയി. ഫഇന്ന അസ്ലഹു തതനസ്സലു കാരണം തീർച്ചയായിട്ടും അതിന്റെ അസ്ല് തതനസ്സലു ആണ്. തിരിഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ അനുവദനീയം ആണ്. അപ്പൊ അവിടെ ഫഅൻത ലഹു തസദ്ദ ഫഅൻത ലഹു തതസദ്ദ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. തതസദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നിടുക, അയാളിലേക്ക് തിരിയുക എന്നൊക്കെ അർത്ഥമാണ്. ഫഅൻത അപ്പൊ തങ്ങൾ ലഹു അവനിലേക്ക് തതസദ്ദ തിരിയും അവനിലേക്ക് തതസദ്ദ തങ്ങൾ തിരിയും എന്നർത്ഥം. അവിടെ തസദ്ദ ഒരു താഇനെ കളഞ്ഞു. 2 താ ഒരുമിച്ച് കൂടി വരുമ്പോൾ താഇനെ കളയാൻ പറ്റിയ ഫിഅലാണ് ഏത്? തഫഅല വസ്ന. ഇത് തഫഅല വസ്നാണ്. അപ്പൊ അതിനെ കളയാം. അതുപോലെ നാറൻ തലവ്വ നാറൻ തതലവ്വ എന്നാണ്. തതലവ്വ തതഫഅലു തഫഅല വസ്ന എന്നാണ്. ഫഅൻദർതുക്കും നാറൻ തലവ്വ കത്തി ജ്വലിക്കും എന്ന്. ഫഅൻദർതുക്കും നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നിരിക്കുന്നു നാറൻ നരകത്തെക്കുറിച്ച്. എങ്ങനത്തെ നരകം? തലവ്വ ആ നരകം കത്തി ജ്വലിക്കും. തതവഖദു അവിടെ ഒരു താഇനെ കളയാം, എന്നിട്ട് തലവ്വ എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. അതുപോലെ തതവഖദു എന്നുള്ളടത്ത് തവഖദ യതവഖദു തതവഖദു തവഖദു എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. അതുപോലെ തനസ്സലുൽ മലായികതു എന്ന് പറഞ്ഞു കൊടുത്ത് തതനസ്സലു എന്ന് പറയാം.
തനസ്സലു എന്നും പറയാം, താഇനെ കളഞ്ഞിട്ടും പറയാം. വേറെ തഫഅല വസ്നാണ്. ഇതുപോലെ തന്നെ നമുക്ക് തതദഹ്റജയിൽ തദഹ്റജ യതദഹ്റജു തതദഹ്റജു, അവിടെ തദഹ്റജു എന്ന് പറയാം, തദഹ്റജു എന്ന് പറയാം. അതുപോലെ തതഖാതല തഖാതല യതഖാതലു തതഖാതലു, അവിടെ തഖാതലു എന്ന് പറയാം എന്ന്. വമതാ കാന ഫ ഉഫ്തഅല, ഇഫ്തഅലയുടെ ഫ ആയാൽ, എപ്പോഴെങ്കിലും ഇഫ്തഅലയുടെ ഫ ആയാൽ സ്വാദൻ, സ്വാദ് ഔ ളാദൻ, അല്ലെങ്കിൽ ളാദ് അല്ലെങ്കിൽ താ അല്ലെങ്കിൽ ലാ, ഇതിലേതെങ്കിലും ഒരു അക്ഷരം ആയാൽ ഖുലിബത് താഉഹു, ഈ ഇഫ്തഅലയുടെ താഇനെ മാറ്റിമറിക്കപ്പെടും, താഅൻ താ ആയിട്ട് മാറ്റിമറിക്കപ്പെടും. ഫതഖൂലു ഫിഫ്തഅല ഫിസ്സുൽഹി, സ്വലഹ എന്ന സുലാസിയിൽ നിന്നുള്ള ഇഫ്തഅലയിൽ നീ പറയും ഇസ്തലഹ എന്ന് പറയും. വൽ അസ്ലു ഇസ്തലഹ എന്നുണ്ട്. സ്വലഹ അതിനെ ഇഫ്തഅല വസനിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? ഇസ്തലഹ എന്നാണ്. ഇസ്തലഹ പറയാൻ ലേശം ബുദ്ധിമുട്ടാണ് വെച്ച് കണ്ടിട്ട്. അപ്പോൾ ആ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, ആ താഇനെ ത്വാ ആക്കിയാൽ പറയാൻ സുഖമാണ്, ഇസ്തലഹ എന്ന് പറയാൻ സുഖമാണ്. ഇസ്തലഹ എന്ന് പറയുമ്പം ഒന്നുകിൽ സ്വാദ് സീനായിപ്പോ, അല്ലെങ്കിൽ താ ഓട്ടോമാറ്റിക്കലി ത്വാ ആയിപ്പോ, നമുക്ക് പറയാൻ അല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് പരിഗണിച്ചിട്ടാണ് ഈ സ്വാദ് ഫാഫിഅലായിട്ട് വരുന്ന ഫിഅലുകൾ ഇഫ്തഅല വസനിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു ത്വാ ആക്കി, ഈ താഇനെ നമ്മൾ ത്വാ ആക്കും. അപ്പോൾ ഇസ്തലഹ എന്ന് പറയും. വമിന ദർബി ഇദ്തറബ എന്ന് പറയും. ഇദ്തറബ എന്നതിനുണ്ട്. ഇദ്തറബ അവിടെ നമ്മൾ ത്വാ ആക്കും. ദറബയെ നമ്മൾ ഇഫ്തഅലയിലേക്ക് മാറ്റുമ്പം ഇദ്തറബ എന്നാണ് ഉണ്ടാവുക. ആ താഇനെ മാറ്റിയിട്ട് ത്വാ ആക്കും, ഇദ്തറബ എന്നാക്കും. വൽ അസ്ലു ഇദ്തറബ. വമിന ത്വർദി, അതുപോലെ ത്വർദിൽ നിന്നുള്ള ഇഫ്തഅലയിൽ, അതായത് ത്വറദ യത്റുദു, അതിനെ നമ്മൾ ഇഫ്തഅല വസനിലേക്ക് മാറ്റുമ്പോൾ ഇത് ത്വറദ എന്നാണ്, ഇത് ത്വറദ എന്നാണ് ഉണ്ടാവുക. അവിടെ ആ താഇനെ മാറ്റിയാണ്ട് ത്വാ ആക്കും. അപ്പം എന്തായി? ഇത് ത്വറദ എന്നാകും. വമിന ദുൽമി, ദുൽമിൽ നീ പറയും ഇൽതലമ എന്ന് പറയും. ദുൽമിൽ നിന്ന് വലമ യദ്ലിമു, അതിനെ നമ്മൾ ഇഫ്തഅലയിലേക്ക് മാറ്റുമ്പം ഇൽതലമ യദ്തലിമു എന്നാണ് ഉണ്ടാവുക. അത് ഇൽതലമ യദ്തലിമു എന്നാക്കി മാറ്റും. ഫകദാലിക ജമീഉ മുഷ്തഖാത്തി, അപ്രകാരം തന്നെയാണ് ഇതിൻ്റെ എല്ലാ മുഷ്തഖാത്തിനും അവസ്ഥ. അതായത് ഇതിൽ നിന്ന് ഉണ്ടായി വരുന്ന, ഈ ഇഫ്തഅലയിൽ നിന്ന് ഉണ്ടായി വരുന്ന ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ, അംർ, നഹി ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇസ്തലഹ യസ്തലിഹു ഇസ്തിലാഹൻ ഫഹുവ മുസ്തലിഹുൻ, ഇസ്തലിഹ യുസ്തലഹു ഇസ്തിലാഹൻ ഫഹുവ മുസ്തലഹുൻ. അൽ-അംറു മിൻഹു ഇസ്തലഹ്, ഇസ്തലഹ യസ്തലിഹു ലിയസ്തലിഹ്, ലിയസ്തലിഹ് ലിയസ്തലഹ്, വന്നഹി ലാ തസ്തലിഹ് ലാ യസ്തലിഹ് ലാ യുസ്തലഹ്, ഇങ്ങനെ പറയൂ. അതുപോലെ തന്നെ ഇൽതലമ യദ്തലിമു ഇദ്തിലാമൻ, ഇങ്ങനെ സർഫാക്കി പോകും. ഈ ഇൽതലമനെ ള ആയി വരുന്ന സമയത്ത് ആ ത്വാഇനെ മാറ്റിയാണ്ട് ള എന്നെ ആക്കാം, ഇൽവലമ എന്ന് ആക്കാം. ഇൽവലമ, ഇത് ഏതുപോലെ ഇത്റദനെ നമ്മൾ ഇത്തറദയാക്കിയില്ലേ, അവിടെ ഫാഫിഅൽ ത്വാ ആയപ്പം ഈ താഇനെ മറിച്ചാണ്ട് നമ്മൾ ത്വാ ആക്കി. എന്നതുപോലെ ള ആവുന്ന സമയത്ത് ഈ താഇനെ മറിച്ച് നമുക്ക് ള എന്നാക്കാം. ഇൽ തലമനെ ഇൽവലമ ഇൽവലമ ഇങ്ങനെയാക്കാം. ومتى كان فاء افتعل دالا او ذالا او زايا, ഇഫ്തഅലയുടെ ഫാഫിഅൽ ദാലോ സായോ ആണെങ്കിൽ ഖുലിബത് താഉഹു ദാലൻ, അതിന്റെ താഇനെ മറിച്ച് കണ്ടിട്ട് ദാലാക്കും, ദാലാക്കപ്പെടും. കമാ തഖൂലു, നീ പറയും പ്രകാരം ഇഫ്തഅല ഇഫ്തഅലയിൽ മിനദ്ദർഇ ദറഅ യദ്റഉ എന്ന ഫിഅലിൽ നിന്നുള്ള ഇഫ്തഅലയിൽ നീ പറയും പ്രകാരം ഇത് തറഅ, അവിടെ ഇത് തറഅ എന്നാ പറയേണ്ടത്, അവിടെ ഇദ്ദറഅ എന്ന് പറയും. എന്താണ് കാരണം? അതിൻ്റെ ഫാഫിഅൽ ദാലാണ്,
ഫാഫിയൽ ദാലുള്ള ഫിയലിനെ ഇഫ്താലയിലേക്ക് മാറ്റുമ്പോൾ ഇഫ്താലിന്റെ താഇനി മറിച്ചാണ്ട് പിടിച്ചാണ്ടിട്ട് നമ്മൾ ദാലാക്കും. ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ മുസ്ലിം കുട്ടിനെ കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം കുട്ടീൻ്റെയും തലേ ക്രിസ്ത്യാനി കുട്ടികളെ മാതിരിയാക്കും. അത് അറിഞ്ഞും കൊണ്ടാണ് നമ്മളെ മാപ്പിളാർ, പ്രത്യേകിച്ച് മുജാഹിദീങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ പറയും, സമസ്തക്കാർ എന്ത് പടു ഹുറാഫികളായിക്കോട്ടെ, അവർ പഠിച്ചൊരു മതം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇസ്ലാമെന്നൊന്നും ഞാൻ പറയണില്ല, അതിനെക്കുറിച്ച് ഹുറാഫി മതം അത്രേ ഞാൻ പറയണുള്ളൂ. ആ ഹുറാഫി മതം ഓരത് കീപ്പ് ചെയ്യും. ഒരു ശരാശരി വാരിട്ട് മൂടാൻ പറ്റിയ പെരും പൈസക്കാരുണ്ടാവും. ഓൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ സി ഡി ടവർ മൊത്തം വിറ്റ കിട്ടൂല, മുജാഹിദിൻ്റെ ആസ്തി മൊത്തം വിറ്റ ഉണ്ടാവില്ല, ജാതി ആസ്തിയുള്ള കോടീശ്വരനാണ്. പക്ഷെ ഓൻ്റെ കുട്ടികളെ കൂട്ടത്തിലുണ്ടാവും ഒരു മൊയ്ലിയർ, ഒരു സക്കാഫി ഉണ്ടാവും, ഒരു അഹ്സനി ഉണ്ടാവും, അതുപോലെ ആ കൂട്ടത്തിൽ വളർത്തിണ്ടാക്കും. ഇജ്ജ് അഹ്സനി ആയതിൻ്റെ ശേഷം ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇജ്ജ് ഡോക്ടറായിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല, ബിസിനസ്സുകാരനായിക്കോ, എനിക്ക് എന്താവുണ്ടായിക്കോ. പക്ഷെ എനിക്ക് ഒന്ന്, അത് ഓൻ പറഞ്ഞ എന്താണ്, ഒന്ന് പടം എനിക്ക് വേണം, എനിക്ക് എൻ്റെ ആഖിറത്തൊക്കെ ഓൻ വിശ്വസിക്കുന്ന, ഓൻ്റെ ആ ഒരു വിശ്വാസം, ഓൻ വിശ്വസിക്കുന്ന മതം, അതിൻ്റെ ആളായിട്ട് ഒന്നിനും എനിക്ക് വേണം. ആ കോടീശ്വരൻ ഉണ്ടാക്കും. അവൻ ചിലപ്പോൾ ഡോക്ടറാവും, എഞ്ചിനീയറാവും, വലിയ ടെക്നീഷ്യനും ഒക്കെ ആവും ഇയാളെ ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ ആസ്തി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മുജാഹിദിൻ്റെ മൊത്തം സമ്പത്ത് അവിടെ എത്തൂല. അവൻ്റെ എട്ടാൾ ആസ്തി, ജാതി ആസ്തി ഉണ്ടാവും. പക്ഷെ അവനക്കുണ്ടാവും ഒരു പണ്ഡിതൻ ഉണ്ടാവും അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ മക്കളെ കൊടുത്ത്. ഇവര് ഇതുപോലെ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് കോലുടേതായ സ്ഥാപനങ്ങളുണ്ട്, അവിടെ കൊണ്ടേ ചേർക്കുള്ളൂ. തല തട്ടാതെ മോളെ പഠിപ്പിക്കണ, എൻ്റെ മോളെ അങ്ങനെ അവിടെ പഠിപ്പിക്കേണ്ട അറിയും, തല തട്ടിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവർക്കനെ ആക്കിക്കോളാം. ഓൻ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഓലെ മക്കളോ, മുജാഹിദിൻ്റെ മക്കൾ എവിടെ എത്തണേ? മുജാഹിദിൻ്റെ കുട്ടികൾ ഇപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഉടുത്തയച്ചിട്ട് പഠിപ്പിച്ചിട്ട് മക്കളെ എവിടെ എത്തണേ? ഓൻ്റെ മക്കൾ എവിടെ എത്തണേ? സമസ്തക്കാരൻ്റെ മക്കൾ. ഓൻ രണ്ടും കൂടി പഠിപ്പിച്ചിട്ട് ഓൻ്റെ മതവും പഠിപ്പിക്കുന്നുണ്ട്, ഭൗതികവും പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഓൻ്റെ മക്കളോനൊക്കെ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇവർക്കുണ്ടല്ലോ സ്ഥാപനങ്ങൾ, ഇവരെ സ്ഥാപനങ്ങളിൽ പഠിച്ചെടുക്കുന്ന മക്കൾ എവിടെ എത്തണേ? ഏറിപ്പോൾ LP സ്കൂൾ മാഷ്, UP സ്കൂൾ മാഷ്, ഹൈസ്കൂൾ മാഷ്, ഇവിടെ തിരിഞ്ഞെടുക്കുന്ന എഞ്ചിനീയർ, ഇതൊക്കെ അല്ലേ ആകണുള്ളൂ. പുറത്തേക്കാണ്ട് എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലോ ഹുദവികളെ കൊണ്ട് നടക്കാൻ വയ്യ ചങ്ങായിമാർ. ദുബൈ കണ്ട് ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ സൗദിക്ക് ചെല്ലുന്ന സമയത്ത് സഖാഫികളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. IT കമ്പനികളിലും മറ്റും ചെല്ലുന്ന സമയത്ത് എവിടെ വല മക്കൾ ഈ ഉടുത്തയച്ചിട്ട് പഠിപ്പിച്ചിട്ട് എവിടെ എത്തണേ? പക്ഷേ ഓല് കാര്യം എന്തായിക്കോട്ടെ, ഓല മതം അതുപോലെ സ്ട്രോങ് ആയിട്ട് മുറുകെ പിടിക്കുന്നുണ്ട്. ഇറ്റിങ്ങൾ അതിന് കിട്ടണില്ല. ഇവര് മക്കളെ പറഞ്ഞേക്കാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മുജാഹിദിൻ്റെ മദ്രസയിൽ, KNM മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടതാണ് അവിടെ. ഈ കുട്ടികൾ വരും 7 മണിക്ക് മദ്രസ തുടങ്ങുമ്പോൾ, എന്നിട്ട് ഇവിടെ 8:30 വരെ 9 മണി വരെയായിട്ടാണ് മദ്രസൻ്റെ സമയം. ആ സമയത്ത് 8:30 ഇവൾക്ക് പോകണം, സ്കൂളുണ്ട്. അവിടെ നേരം വൈകി ചെന്നാൽ അടി കിട്ടും. ഉസ്താദ് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും, ഓരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഓരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓർക്കാ കറക്റ്റിന് എത്തണം. അങ്ങനെ ഞാൻ ചോദിച്ചു കുട്ടികളോട്, എല്ലാം നിങ്ങൾ നിസ്കാരമൊക്കെ എങ്ങനെ? നിസ്കാരമൊന്നും കിട്ടില്ല ഉസ്താദേ, ളുഹറൊന്നും കിട്ടില്ല, ളുഹർ നഷ്ടപ്പെടും. അസുർ കിട്ടും. അസുർ ഞങ്ങൾ പിന്നെ 5 മണി ഒക്കെ ആവുന്ന സമയത്ത് അവിടെ നിന്ന് സ്കൂൾ വിടും. അപ്പോൾ വീട്ടിൽ സ്കൂൾ ബസ് എത്തുന്നത് ചിലപ്പം പല അവസ്ഥകളിലായിരിക്കും. അപ്പം മഗ്‌രിബ് കൊടുത്തില്ലെങ്കിൽ അസർ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അസറും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വന്ന് നിസ്കരിക്കാൻ അവൻ സമ്മതിക്കില്ല. ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ സെക്യൂരിറ്റിനോട് അടിയിട്ടു. സെക്യൂരിറ്റി അടക്കം പിടിച്ചടിക്കുക കുട്ടികളെ. ഇതാണ് സ്കൂൾ. ഫീസും കൊടുത്താണ്ട് ചേർത്തിയതാ. തൗഹീദിൻ്റെ വക്താക്കൾ സ്കൂളിൽ പെണ്ണെത്തി ഞങ്ങൾക്കൊക്കെ. ഇവർക്കുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, പൈസയുണ്ട്, നല്ല കായുണ്ട് ഇവരടുത്ത്, സംഘടനയുടെ അടുത്ത്, അല്ലെങ്കിൽ കായ് ഇറക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് ഇവരടുത്ത്. എന്തേ വില മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റൽ സംവിധാനം വെച്ച് കണ്ടിട്ട് ഇവിടെ ഇവൻ ചെയ്യണ മാതിരി ആ ഖലീൽ ബുഖാരി ഇല്ലേ, പെരുങ്കള്ളൻ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളോട് ഇത് ഇറക്കണ ചങ്ങയില്ലേ, മലപ്പുറത്തെ മുട്ടിപ്പടിയിൽ സ്വലാത്ത് കച്ചവടം നടത്തണേ, അയാൾ നടത്തണ മാതിരി സ്ഥാപനം ഇവർക്ക് നടത്താൻ കഴിയും. പക്ഷെ ചെയ്യൂല, അത് പറ്റൂല, അത് നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അതിനുള്ള കഴിവും കപ്പാസിറ്റിയും സ്ഥാപനങ്ങൾ ബിൽഡിങ്ങും ഓൾറെഡി ഉണ്ട്. അതൊന്ന് പെയിന്റ് അടിച്ചാൽ മതി, എന്നാലും ചെയ്യൂല. ഇങ്ങനെ ജിന്നും ചെയ്താനും പറഞ്ഞ് നടക്കാനൊരു കൗ
അല്ലാഹു മുസ്തആൻ. അപ്പം ഇതങ്ങനെയാണ്. ദാല് ഫാഫിഅൽ ദാലാണെങ്കിൽ പിന്നെ ആ താഇനെ മറിച്ച് ദാലാണ്ടാക്കും. സമസ്തക്കാരൻ മുജാഹിദ് നേരെ തിരിച്ചാണ്. ആ താഇനൊപ്പിച്ച് ദാലിനാണ് വെച്ച് നാട് ആക്കിക്കളു. എന്നിട്ട് ഓൻ്റെ കുട്ടികൾ നിരീശ്വരവാദത്തേക്ക് പോകണോ എന്നും പറഞ്ഞാൽ ഓൻ പിന്നെ സെമിനാറൊക്കെയാണ്. അതിന് സെമിനാറെല്ലാം ഉണ്ട്. മക്കളെ നിരീശ്വരവാദികളെ സ്കൂളിലും നിരീശ്വരവാദം പഠിക്കാനും അതിൻ്റെ സാഹചര്യങ്ങളിലേക്കും തള്ളി വിട്ടതിൻ്റെ ശേഷം മക്കൾ നിരീശ്വരവാദത്തിൽ പോയി നിലവിളിക്കുക. എല്ലാ വ്യഭിചാരത്തിനുള്ള എല്ലാ സാഹചര്യം സെറ്റ് ചെയ്തത്. എന്നിട്ട് കുട്ടി വ്യഭിചരിച്ച് കുട്ടിക്ക് വള്ളയിലുണ്ടായി. എന്നിട്ട് അതിന് പിന്നെ നിലവിളിക്കുക. ഈ പരിപാടിയില്ലേ ഇതിന്? വമിന ദഖരി വമിന ദിക്രി ഇദ് ദഖറ. ദഖറ യദ്കുറുന്റെ മസ്തറായ ദിക്ർ. അതിൽ നിന്നുണ്ടായി വരുന്ന ഇഫ്തഅലയിൽ നീ പറയും ഇദ് ദഖറ എന്ന് പറയും. ഇദ് ദഖറ. അവിടെ ദാലാണ് ഫാഫിഅൽ. അതുകൊണ്ട് തന്നെ ആ ദാലിനെ മറിച്ചാണ്ട് ദാലാക്കും. ഇദ് ദഖറ എന്നാകും. ഇഞ്ഞോ ഇദ് ദഖറ എന്നും പറയും. ആ താഇനെ തന്നെ പിടിച്ചാണ്ട് ദാൽ തന്നെ ഉണ്ടാക്കും. ഇദ് ദഖറ എന്ന് തന്നെ പറയും. വൽ അസ്ലു ഇദ് ദഖറ എന്നാണ്. ആ താഇനെ മറിച്ചാണ്ട് ദാലാക്കി. ഇദ് ദഖറ എന്ന് പറയുമ്പോൾ ആ താഇനെ മറിച്ചാണ്ട് ദാലാക്കി. ഉച്ചാരത്തെ ഫാഫിഅലിനെ ഒപ്പിച്ചാണ്ടിട്ട് സായിദനാണ് മാറ്റി. അല്ല സായിദൊക്കെ ഒപ്പിച്ച് ഫാഫിഅലിനെ മാറ്റല്ല. വമിന സജിരി. സജിറിൽ നിന്ന് ഉണ്ടായി വരുന്ന സജറ യസ്ജുറു. അതിന്റെ ഇഫ്തഅലയിൽ നീ പറയും ഇസ് ദജറ എന്ന് പറയും. ഇസ് ദജറ എന്നുണ്ട്. ഇസ് ദജറ എന്നാക്കും. അസ്ഇല മതാ യജൂസു ഇസ്ഖാത്തു ഇഹ്ദ അസ്സഅൈനി മിൻ അവ്വലിൽ ഫിഅൽ. മതാ യജൂസു എപ്പോഴാണ് അനുവദനീയമാവുക? ഇസ്ഖാത്തു ഇഹ്ദ അസ്സഅൈനി മിൻ അവ്വലിൽ ഫിഅൽ. ഒരു ഫിഅലിന്റെ തുടക്കത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു താഇനെ ഒഴിവാക്കൽ. വഫി അയ്യിൽ അബ്വാബ്. ഏതൊക്കെ ബാബുകളിലാണ് വെച്ചുക എന്നൊരു ചോദ്യം. മതാ തുഖ്ലബു താഉ ഫിഫ്തഅല ത്വാഅൻ. ഇഫ്തഅലയിൽ താഇനെ ത്വാആയിട്ട് മറക്കൽ എപ്പോഴാണ്? മറക്കപ്പെടൽ എപ്പോഴാണ്? മതാ തുഖ്ലബു താഉ ഫിഫ്തഅല ദാലൻ. ഇഫ്തഅലയിൽ താഇനെ ദാലാക്കി മറിക്കപ്പെടൽ എപ്പോഴാണ്? ഇദ്റിബ് ലിൽ അസ്ഇലത്തിൽ മദ്കൂറത്തി അഅലാഹു സലാസത അംസില. നേരത്തെ 3 ചോദ്യം ചോദിച്ചില്ലേ? ആ 3 ചോദ്യത്തിന് മറുപടി പറയുമ്പം ഒരു 3 ഉദാഹരണം കൂടി അതിനെ കൊടുത്തിട്ടുണ്ട് എഴുതിക്കളാം. ഇനി തമാരീനാണ്. ഷഖ്സ് കുല്ല ഫിഅലിൻ തഹ്തഹു ഖത്തുൻ ഫിൽ ജുമലിൽ ആതിയ. അതായത് താഴെ അടിവരട്ട ഫിഅലുകൾ, ആ ഫിഅലുകളെ പ്രത്യേകം തഅയീൻ ചെയ്യണം. ഇതെന്താണെന്ന് പറയണം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ഈ തനസ്സലു ഇതെന്ത് ഫിഅലാണ് എന്ന് പറയണം. അതുപോലെ ഫഅൻത ലഹു തസദ്ദാ. അതെന്ത് ഫിഅലാണ് തസദ്ദാ? فأنذرتكم نارا تلظى تكاد تميز من الغيظ. ഈ തമയ്യസു ഏത് ഫിഅലാണ് എന്ന് പ്രത്യേകം. അതുപോലെ ഇൻ തളാഹറ അലൈഹി ഫഇന്ന അല്ലാഹ ഹുവ മൗലാഹ് എന്ന് പറഞ്ഞോട്ട്. മാലക്കും ലാ തനാസറൂൻ. ഇവിടെയുള്ള ഫിഅല്, ഈ അടിവരട്ട ഫിഅലുകൾ അതെന്ത് ഫിഅലാണ്, എങ്ങനെയാണ് ഇപ്പൊ ആ കോലത്തിലായത്, അത് ഏത് കോലത്തിലേനി, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കുക. ഇതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് ഇത് എഴുതി കൊണ്ടുവന്നാൽ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചു തരും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.